പക്കൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ഇനി കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി മറ്റു വഴികൾ തേടി പാകിസ്ഥാൻ. ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കുന്നത്. ഇന്ത്യ ജലത്തെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺഖ്വയിലെ കൊഹിസ്ഥാനും അതുപോലെ തന്നെ ഗിൽഹിറ്റ് ബാൾട്ടിസ്ഥാനിലെ ഡയമേർ ജില്ലയ്ക്കും ഇടയിലാണ് ഇവർ ഇപ്പോൾ ഡാം പണിയാൻ ഒരുങ്ങുന്നതും. അതായത് പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഇമ്രാൻഖാൻ സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അനധികൃത പ്രദേശത്ത് ഇത് നിർമ്മിക്കുന്നതിനാൽ തന്നെ ഇന്ത്യ എതിർക്കുന്നു എന്നൊരു ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു. തദ്ദേശീയരും അണക്കെട്ടിനെ എതിർക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു ഇവർ വ്യക്തമാക്കിയതും. അതായത് അവിടുത്തെ ജനങ്ങൾ പോലും വളരെയധികം കഷ്ടതയോട് തന്നെയാണ് ജീവിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത്. എന്നാൽ 1991 പ്രവിശ്യകൾ തമ്മിലുള്ള ജലകരാറിൽ ജലശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാണ് ഷഹബാസ് ഷെരീഫ് ഡാം നിർമ്മിക്കാൻ പറയുന്നതും. ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ച അന്ന് മുതൽ തന്നെ പാകിസ്ഥാൻ അസ്വസ്ഥമായ അല്ലെങ്കിൽ വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ പുതിയ തന്ത്രം അവർ പയറ്റുകയാണ്. ആദ്യം ഇന്ത്യയെ യുദ്ധമെന്ന പേരിൽ ഭീഷണിപ്പെടുത്തി കാര്യം നേടാൻ ശ്രമം നടത്തി. പക്ഷേ അത് ഫലമാകാതെ വന്നപ്പോൾ തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം തന്നെ പിന്നീട് വിഫലമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധ്യമായതും. അതിലും അവർ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയമായതിനാൽ തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ലോക ബാങ്ക് പാകിസ്ഥാനോട് ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ അതായത് POK അവരുടെ പ്രശ്നവും ഭീകരതയും ആദ്യം പരിഹരിക്കപ്പെടണമെന്നും അതിനുശേഷം മാത്രമേ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യമാകൂ എന്നത് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയതും. ഈ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടതിന് ശേഷമാണിപ്പോൾ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ഒരു തീരുമാനവുമായി മുന്നിട്ടിറങ്ങുന്നതും. പ്രതിഷേധം ഉയർത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ രംഗത്ത് വരുന്നതും. ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി തന്നെ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കരാർ പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഇന്ത്യ അതിന് വഴങ്ങിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം ഇപ്പോൾ പാക് സൈനിക മേധാവി അസീം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ പാക് വ്യോമസേന മേധാവിയായ സഹീർ അഹമ്മദ് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ സന്ദർശനത്തിനായി എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രതിരോധ മേഖലയിൽ അമേരിക്കയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാക് വ്യോമസേന മേധാവി ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ മേഖലയിൽ സഹകരണം ഉറപ്പിക്കുന്നതിനായാണ് സന്ദർശനമെന്നാണ് റിപ്പോർട്ട്. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് പാകിസ്ഥാന്റെ വ്യോമസേനാ മേധാവി അമേരിക്ക സന്ദർശിക്കുന്നതും. പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ അതിന്റെയും പാകിസ്ഥാന്റെ വ്യോമ ആക്രമണത്തിനിടയിലും ചൈനീസ് നിർമ്മിത യുദ്ധ ഉപകരണങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു. ചൈനീസ് നിർമ്മിത ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അടക്കം ഇന്ത്യൻ സൈന്യം തകർക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കൻ യുദ്ധ സാങ്കേതിക വിദ്യകളും യുദ്ധ ഉപകരണങ്ങളും അടക്കം വാങ്ങാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് വ്യോമസേനാ മേധാവി ഉൾപ്പെടെ ഇപ്പോൾ സന്ദർശനം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിനായി F-16 ബ്ലോക്ക് 17 യുദ്ധവിമാനവും അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അടക്കം വാങ്ങാനും ചർച്ച നടക്കുന്നുണ്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം, പരിശീലനം, വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സന്ദർശനമെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.